കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. കേരള സീനിയർ സിറ്റിസൺ ഫോറം ചാലോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന പീഡന വിരുദ്ധ ദിനാചരണവും SSLC വിജയികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു. ചാലോട് കൈരളി മിനി ഹാളിൽ നടന്ന പരിപാടി മട്ടന്നൂർ ബ്ലോക്ക് സീനിയർ സിറ്റിസൺ ഫോറം ചെയർമാൻ KM വിജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ പുതിയ തലമുറകൾ നമ്മൾ ഈ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്രായമുള്ള ആളുകളെ പരിഗണിക്കപ്പെടണം എന്നുള്ള ഒരു ബോധം അവരുടെ മനസ്സിലുണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുക്കള, വീട്ടിലെ അടുക്കള എങ്ങനെയായിരിക്കണം, ആരൊക്കെ അടുക്കളയിൽ സഹായിക്കണം. അത് അമ്മക്ക് മാത്രമുള്ളതല്ല, അച്ഛനും അമ്മക്കും മറ്റ് മക്കളും എല്ലാം ചേർന്നിട്ടാണ് അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന ഒരു ബോധം. നമ്മളങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ മാത്രം അടുക്കളയിൽ ആയാൽ മതി എന്ന തോന്നൽ പണ്ട് കാലത്ത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കുറച്ചും കൂടി അത് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാവമൊക്കെ മാറും. അതുകൊണ്ട് പേടിച്ചിട്ടെങ്കിലും ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്ക് ഈ കുട്ടികളെ ബോധവൽക്കരണം നടത്തുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്തിക്കൂടാ, നമ്മൾ ആവശ്യപ്പെട്ടതാണ്. യൂണിറ്റ് പ്രസിഡന്റ് KK ഭാരതൻ അധ്യക്ഷത വഹിച്ചു. EPR വേശാല വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. AC നാരായണൻ മാസ്റ്റർ, CK രാമചന്ദ്രൻ, M ദിവാകരൻ, MP സുബ്രഹ്മണ്യൻ, V ഗോപി എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. അവാർഡ് ജേതാക്കളായ S ശ്രീജിത, CK അമന്യ എന്നിവർ മറുപടി പ്രസംഗവും നടത്തി. സെക്രട്ടറി KR തെരൂർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി MV കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചാലോട്. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.